ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഹെർബ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഈ ഒരു എന്താ പറയുക ഓൺ ദ ഗോ എസെൻഷ്യൽസ് കിറ്റ് എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓഫീസിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ലേറ്റ് ആവുകയാണെങ്കിൽ ഈ ഒരു പൗച്ച് നിങ്ങളെടുത്ത് ബാഗിൽ വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഓൺ ദ ഗോ മേക്കപ്പ് ചെയ്യാമെന്നാണ് പറയുന്നത്. അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്. 699 ഉള്ളിലാണ് വന്നത്. 650 സംതിങ് ആണ് വന്നത്. ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവർ ക്ലെയിം ചെയ്യുന്ന പറഞ്ഞാൽ ഫുൾ മേക്കപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു പൗച്ച് മതി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിൽ കിടക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ണി ഉറങ്ങുന്നുണ്ട്, അപ്പോൾ അത് മൈൻഡ് ചെയ്യേണ്ട. അവൾ ഉറങ്ങുന്ന നേരത്തിന് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെയാണുള്ളതെന്ന് ആദ്യം നോക്കാം. അപ്പോൾ ഇതാണ് പൗച്ച് വരുന്നത്. ഇതിങ്ങനെയാണ് വന്നത്. 653 സംതിങ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നാല് പ്രൊഡക്ട്സ് എന്ന് തോന്നുന്നു. 4-5 പ്രൊഡക്റ്റ് ഉണ്ട്. 4 പ്രൊഡക്ട്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വരുന്നത് ഈ ഒരു മൈസലൈൻ വാട്ടർ ഉണ്ടാവില്ല, നമ്മുടെ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഫേസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു സപ്തജൽ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ പ്യൂർ ആയുർവേദിക് ആയിട്ടുള്ള ബ്രാൻഡാണ്. അപ്പോൾ ഇതിൻ്റെ മേക്കപ്പ് എങ്ങനെയാണ്, ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കുമോ, നല്ല മേക്കപ്പ് ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നത് സപ്തജൽ എന്ന് പറഞ്ഞിട്ടൊരു ക്ലെൻസിങ് വാട്ടർ ആണ്. മൈസലർ വാട്ടർ ആണ്, മേക്കപ്പ് റിമൂവർ ആണ്. ഇതിൽ എഴുതിയിട്ടുണ്ട് ഇത് ആയുർവേദിക് മൈസലർ വാട്ടർ മേക്കപ്പ് റിമൂവർ ആണ്. അപ്പോൾ ഇതാണ് വരുന്നത്. ഇതൊരു 35 ml ആണ് പ്രോഡക്റ്റ് വരുന്നത്. ഒരു 5-6 പ്രാവശ്യം ഉപയോഗിക്കാനുള്ളതുണ്ടാവും. അപ്പോൾ ഇത് വരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഫേസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ഫേസ് ക്ലീൻ ചെയ്യണല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ആദ്യം വരുന്നത്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്യുവർ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഈ ഒരു ഫൗണ്ടേഷൻ ആണെന്ന് തോന്നുന്നു. ഫൗണ്ടേഷനാണ് ഫൗണ്ടേഷനാണ് തോന്നുന്നുണ്ട്. ഇത് വരുന്നത് ഒരു ഫൗണ്ടേഷനാണ്. ഈ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുള്ളൂ കേട്ടോ, കുറച്ച് പ്രൊഡക്റ്റ് വരുന്നുള്ളൂ. ഇതിൻ്റെ ഒറിജിനൽ ഫൗണ്ടേഷൻ ഐ തിങ്ക് വലിയ കുപ്പിയിലാണ് വരുന്നത്. ഇത് ജസ്റ്റ് ഒരു ട്രാവൽ സൈസ് ആയിട്ടുള്ള ഫൗണ്ടേഷനാണ്. എനിക്കിപ്പോൾ ഈ കിറ്റിൻ്റെ കൂടെ കിട്ടിയത് ഷെയ്ഡ് നാച്ചുറൽ എന്നാണ്. 2 നാച്ചുറൽ കണ്ടോ. പിന്നെ ഇതിൽ വരുന്നത് ഒരു ലിപ്പ് ആൻഡ് ചിക്ക് ടിൻ്റ് ആണ്. ജസ്റ്റ് ഹെർബ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ തന്നെ അഗെയിൻ ലിപ്പ് ആൻഡ് ചിക്ക് ടിൻ്റ് ആണ് വരുന്നത്. ഇതൊരു നൈസ് ഒരു പിങ്ക് കളറാണ്. പിന്നെ വരുന്നത് ഈ ഒരു ജസ്റ്റ് ഹെർബ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ തന്നെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. നല്ലൊരു കളറാണ് കേട്ടോ, ഡേ ടു ഡേ യൂസിന് പറ്റിയൊരു കളറാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് യൂസ് ചെയ്തിട്ട് മേക്കപ്പ് ചെയ്ത് നോക്കാം. ഞാനിതിനെ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല, ജസ്റ്റ് ആ ക്ലെൻസിങ് വാട്ടർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊരു ലൂഫ ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാണ്ട് വേറെ പ്രത്യേകിച്ച് പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ബട്ട് എനിക്ക് എപ്പോഴും തോന്നുന്നുണ്ട് വെച്ചാൽ ഐലൈനർ ഒന്നുമില്ല, മസ്കാര ഒന്നുമില്ല, ഐബ്രോസ് ഒന്നും ചെയ്യാണ്ട് ഐ ഡോണ്ട് തിങ്ക് സോ. ബട്ട് നമുക്ക് നോക്കാം, ഫുൾ ഫേസ് നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ സപ്തജൽ എന്ന് പറഞ്ഞൊരു മൈസലർ വാട്ടർ ഉപയോഗിക്കാം. ഇതിൽ ഹോളൊന്നും ഇല്ല, അപ്പോൾ നമുക്ക് കുറച്ച് അങ്ങനെ എടുക്കുക. ഞാനൊരു ഇച്ചിരി എടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് മാത്രമായിട്ട്. നല്ല റിഫ്രഷിംഗ് ആണ് കേട്ടോ. നല്ലൊരു പ്രൊഡക്റ്റ് കേട്ടോ, നല്ല റിഫ്രഷിംഗ് ആണ്. നല്ലൊരു സ്മെല്ലാണ്. നല്ലൊരു ആയുർവേദിക് ആയിട്ടുള്ളൊരു, അങ്ങനെ പൊട്ട സ്മെല്ലല്ല, നല്ലൊരു സ്മെല്ലാണ്. നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. എൻ്റെ ഫേസ് ഇപ്പോൾ അത്യാവശ്യം നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട്. ഞാൻ കാലത്ത് സൺസ്ക്രീൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് നന്നായി ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫേസ് മൊത്തം ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഈ ജസ്റ്റ് ഹെർബ്സിൻ്റെ തന്നെ പറഞ്ഞല്ലോ ഷെയ്ഡ് നാച്ചുറൽ 2 എന്ന് പറഞ്ഞ ഷെയ്ഡിൻ്റെ ഫൗണ്ടേഷനാണ്. ഇങ്ങനത്തെ ഒരു പാക്കേജിങ്ങിലൊക്കെയാണ് വരുന്നത്. ലിക്വിഡി കൺസിസ്റ്റൻസി ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നു നോക്കാം നമുക്ക്. ഇത് ബേബി ക്രീം പോലെ ബ്ലെൻഡായി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫൗണ്ടേഷൻ പോലെ നമ്മൾ പാറ്റ് ചെയ്ത് കൊടുക്കണമെന്നില്ല. ഞാൻ ഒരു സൈഡ് ചെയ്യാം, ഒരു സൈഡ് നമുക്ക് കമ്പയർ ചെയ്യാം. ഇതിനൊരു ചെറിയൊരു സ്മെല്ലുണ്ട്, എനിക്കത് വലിയ ഇഷ്ടമാവണില്ല. ഇതിന് ചെറിയൊരു സ്മെല്ലുണ്ട്. എന്താ സ്മെല്ല് എനിക്ക് പിടികിട്ടുന്നില്ല, ചെറുതായിട്ടുള്ളൂ. ബട്ട് അതെനിക്ക് ഇഷ്ടമായില്ല. ആ മൈസലർ വാട്ടറും കൂടി കൂടുമ്പോൾ നല്ലൊരു സ്മെല്ലല്ല വരുന്നത്, മിക്സ് ആവുമ്പോൾ. നമുക്കിങ്ങനെ ബി ക്രീം നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യണ പോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു കവറേജ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ എൻ്റെ സ്കിൻ നല്ല
ബിൽഡബിൾ കവറേജ് ആണെന്ന് തോന്നുന്നുണ്ട്. ഒരു മിനിറ്റ്. ബ്ലെൻഡ് ആവുന്നുണ്ട് നല്ലോണം. എൻ്റെ സ്കിൻ ടോണിനും മാച്ച് ആവുന്നുണ്ട്, അതുകൊണ്ട് അതും പ്രശ്നം വരുന്നില്ല. ഞാൻ ഒന്നുകൂടി അണ്ടർ ഐ ഒന്നുകൂടി കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഒന്നുകൂടി കൺസീൽ ചെയ്യുന്നതാണ് ഇഷ്ടം. ഇവിടെയും കുറച്ച് പിഗ്മെൻറ്റേഷൻ വരുന്നുണ്ട് എനിക്ക്. ഞാൻ പാറ്റ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് നോക്കാം. ആക്ച്വലി ഡേ ടു ഡേ യൂസിന് നല്ലൊരു കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് അണ്ടർ ഐ ഒന്നുകൂടി കൺസീൽ ചെയ്ത് നോക്കാം. എനിക്ക് ഡേ ടു ഡേ യൂസിന് ഇതിപ്പോൾ പെർഫെക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് കൺസീൽ ചെയ്ത് നോക്കേണ്ടതാണ്. ഞാൻ ജസ്റ്റ് ആക്ച്വലി ഞാൻ ഹാപ്പിയാണ്. നിങ്ങൾക്ക് കവറേജ് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കണ്ടോ, നല്ല സ്കിന്നൊന്നുകൂടി നല്ല ഈവൺ ടോൺ ആക്കിയിട്ടുണ്ട്. ഫുള്ളായിട്ട് വെച്ചാൽ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഡേ ടു ഡേ യൂസിന് നമുക്ക് ഇതാണല്ലോ ആവശ്യം. അങ്ങനെ ഹെവി ആയിട്ടുള്ള മേക്കപ്പ് വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഡിഫറൻസ് കാണാൻ പറ്റും. ഇവിടെ ഒന്നുകൂടെയും ഡൾ ആൻഡ് ഡാർക്ക് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് ഒന്നുകൂടി ബ്രൈറ്റൻ ആയിട്ടുണ്ട് ഫേസിൻ്റെ ചെറിയൊരു ഗ്ലോയും കിട്ടിയിട്ടുണ്ട്. ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എത്ര നേരെ ഇത് സ്റ്റിക്ക് ആയിട്ടിരിക്കും നോക്കാം. കാരണം നമ്മുടെ സ്പെഷ്യലി ഇന്ത്യൻ ക്ലൈമറ്റിന് തണുവ് കാലമല്ലല്ലോ, ചൂട് കാലമല്ലേ കൂടുതൽ. അപ്പോൾ ഞാൻ യൂഷ്വലി എൻ്റെ ഫേസ് സെറ്റ് ചെയ്യാറുണ്ട്. ഓയിൽ വരും, അല്ലെങ്കിൽ നമ്മുടെ ഇതാണല്ലോ, ഫേസ് സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫേസ് സെറ്റ് ചെയ്യാണ്ട് ഇത് എത്ര നേരം സ്റ്റിക്ക് ആയിട്ടിരിക്കുന്ന അറിയില്ല. ഇതിപ്പോൾ സ്റ്റിക്കാണ്, എനിക്ക് തോന്നുന്നില്ല ഫേസ് സെറ്റ് ചെയ്യാണ്ട് നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റുന്നു. നമുക്ക് നോക്കാം. ഈ സൈഡും ഞാനൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്കൊരു ക്രീം അപ്ലൈ ചെയ്യുന്ന പോലെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തിട്ട് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊരു +1 ആണ്. നിങ്ങൾ പറഞ്ഞ പോലെ നമുക്ക് ഓൺ ദ ഗോ മേക്കപ്പ് ചെയ്യാനാണെങ്കിൽ വലിയ കുഴപ്പമില്ല. കാരണം നമുക്ക് പെട്ടെന്ന് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്ന പോലെ പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്യൂട്ടി ബ്ലെൻഡറോ അങ്ങനെ ഒന്നും വേണ്ട, കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്തപ്പോൾ നല്ലോണം ബ്ലെൻഡ് ആയിപ്പോയി. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ പക്ഷേ ഇതിൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാത്രം പ്രൊഡക്റ്റ് ഒന്നും ഇല്ല. 2-3 പ്രാവശ്യം അല്ലെങ്കിൽ 4 പ്രാവശ്യം ഉപയോഗിച്ചാൽ കഴിഞ്ഞു. അപ്പോൾ അത് ഒരു കാര്യമാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ജസ്റ്റ് ഹെർബ്സിനെ നറിഷിങ് ആൻഡ് ലിപ്പ് ആൻഡ് ചിക്കിൻ്റെ ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. അഗെയിൻ സെയിം പാക്കേജിങ് ആണ്. പിഗ്മെൻറ്റേഷൻ, നല്ല പിഗ്മെൻ്റ് ഉണ്ട് കേട്ടോ. ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ. ബ്ലെൻഡ് ആവുമോ നോക്കാം. നല്ലൊരു നാച്ചുറൽ ബ്ലഷ് ലുക്കാണ് കേട്ടോ തരുന്നത്. ആക്ച്വലി എനിക്കിഷ്ടമായി ബ്ലഷ്, നല്ല ബ്ലഷ്. പക്ഷെ കുറേ അപ്ലൈ ചെയ്താലും അങ്ങനെ ഹെവി ആയിട്ട് തോന്നുന്നില്ല. നല്ലൊരു നാച്ചുറൽ ഫിനിഷ് തരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഡെഫിനറ്റ്ലി ബ്ലഷ് നല്ല ബ്ലഷാണ്. അങ്ങനെ ഹെവി ആയിട്ടൊന്നും തോന്നുന്നില്ല. നല്ല നാച്ചുറൽ ഫിനിഷാണ്. ഡെഫിനറ്റ്ലി എവറി ഡേ വെയറിന് നല്ല രസമുണ്ടാവും. ഹെവി ആയിട്ട് തീരെ തോന്നില്ല. കണ്ടോ, നല്ലൊരു ഗ്ലോ തരുന്ന പോലെ തോന്നുന്നുള്ളൂ. നെക്സ്റ്റ് തന്നെ ഞാൻ ഐ ഷാഡോ ആയിട്ട് അപ്ലൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ലൊരു ലുക്കാണ് കേട്ടോ തരുന്നത്. എനിക്ക് ഇഷ്ടമായി. ഡെഫിനറ്റ്ലി ബ്ലഷ് എന്തായാലും പർച്ചേസ് ചെയ്യാം, നോ പ്രോബ്ലം. നല്ലൊരു ബ്ലഷാണ്. നല്ല സിമ്പിൾ ആൻഡ് നല്ല ഒരു ഗ്ലോയി ഫിനിഷ് കിട്ടും ചെയ്തു കേട്ടോ. നല്ല രസമുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി ബ്ലഷിങ്. നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പോകുന്നത് ലിപ്സ്റ്റിക്കാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. നിങ്ങൾക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ തിങ്ക് സോ ഇഷ്ടമാവും. നമുക്ക് ഈ ഒരു കളർ നോക്കാം. നല്ലൊരു കളറാണ് കേട്ടോ. നല്ലൊരു ന്യൂഡ് കളറാണ്, ബ്രൗണിഷ് ന്യൂഡ് കളറാണ്. നല്ല ഭംഗിയുണ്ട്. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല കളറൊക്കെയാണ്, ബട്ട് എനിക്ക് സൂട്ടാവുന്നില്ല എന്ന് തോന്നുന്നു. നിങ്ങളെന്ത് പറയണോ? എനിക്ക് സൂട്ടാവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കും കേട്ടോ.
ഇത് ഡ്രൈ ഡൗൺ ആയാലേ നമുക്ക് ശരിക്കും അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സ് ഉള്ളൂ, 4 പ്രൊഡക്ട്സ് ആണ്. ഇപ്പം നമ്മൾ അത്യാവശ്യം ഐ ഷാഡോ ബേസും ഗ്ലോസൊക്കെ അത്യാവശ്യം ഇപ്പോൾ ഒരു ഓഫീസ് ലുക്ക് ഉള്ളത് ഓക്കെയാണ്. ഐ ഷാഡോ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ അത് ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്ത് നോക്കിയെന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ലുക്ക് വെച്ച് നോക്കുമ്പോൾ ഓഫീസ് ലുക്കിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ബട്ട് എനിക്ക് ഞാൻ മസ്കാര, ഐ ഷാഡോ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ബ്ലഷ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് മസ്കാര വേണം. പിന്നെ ഐബ്രോസ് ഞാനിപ്പോൾ ഡ്രോ ചെയ്ത് കൊടുക്കാറുണ്ട് ലൈറ്റായിട്ട്. ബട്ട് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ലിപ്പ് ആൻഡ് ചീക്കിൻ്റെ ഇപ്പോൾ അത്യാവശ്യം നമുക്ക് ഉണ്ടാവും, കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും. വേണമെങ്കിൽ ഇത് കുറച്ച് എടുത്തിട്ട് നടുക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ലിപ്പ് ആൻഡ് ചിക്ക് ടിൻറ്റ് കുറച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കളർ ഒന്നുകൂടി എനിക്ക് സൂട്ട് ആവുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല ഈ കളർ. എനിക്ക് ആ മറ്റേ ബ്രൗൺ എന്ന് പറഞ്ഞാൽ അത്ര ഭംഗിയില്ല എനിക്ക് അത്ര. എനിക്ക് ഒന്നുകൂടി പിങ്കിഷ് ബ്രൗൺസ് അല്ലെങ്കിൽ റെഡിഷ് ബ്രൗൺസ് ആണ് സൂട്ട് ആവാറ്. അതൊന്നും നല്ലോണം ഡാർക്ക് ബ്രൗൺസ് ആണ്, അതൊന്നും ഇഷ്ടമായില്ല. ലിപ്പ് ആൻഡ് ചിക്കിൻ്റെ മുകളിൽ കൂടെ പറ്റുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇതെന്ന് വെച്ചാൽ അധികം റേറ്റ് വരുന്നില്ല, 650 ഉള്ളിൽ നിങ്ങൾക്ക് 4 പ്രൊഡക്ട്സ് കിട്ടുന്നുണ്ട്. ലിപ്സ്റ്റിക്കും ഈ ഒരു ബ്ലഷും പിന്നെ മൈസൽ വാട്ടർ അത്യാവശ്യം ഇപ്പോൾ ഒരു കുറച്ചാൾ ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിച്ചിട്ട് ഇത്തിരി പോയിട്ടുള്ളൂ. അപ്പോൾ അത്യാവശ്യം കുറച്ച് നാൾ ഒരു 15-20 ഡേയ്സിന് എന്തായാലും ഉണ്ടാവും. പിന്നെ ഈ ഒരു ബ്ലഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലോണം ഉപയോഗിക്കാം കേട്ടോ, നല്ലോണം ഉണ്ട്. നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ആയിട്ട് ലിപ് ബാം ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാം. പിന്നെ ലിപ്സ്റ്റിക്കും അത്യാവശ്യം യൂസ് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഓക്കെയാണ്. ഫൗണ്ടേഷൻ മാത്രമാണ് അധികം നാൾ ഉണ്ടാവില്ല, നിങ്ങൾ ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. ഇതിപ്പോൾ ഞാൻ ഒറ്റ പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ പകുതി കഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് നോക്കാം. ഇത് ഡെഫിനറ്റ്ലി നോ ആണ്. ബട്ട് ലിപ്സ്റ്റിക്കും ചിക്ക് ടിൻറ്റും അതും അത്യാവശ്യം വർത്താണ്. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം മേക്കപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മതി. മേക്കപ്പ് ലുക്ക് ടേൺ ഔട്ട് ആയത്. ബട്ട് ഡെഫിനറ്റ്ലി ഞാൻ മിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐബ്രോസ് ചെയ്ത് മിസ് ചെയ്യുന്നത്. ഐബ്രോസ് ചെയ്തില്ലെങ്കിലും മസ്കാരെങ്കിലും ഇടുക, അല്ലെങ്കിൽ ഐലൈനറെങ്കിലും അപ്ലൈ ചെയ്യാറുണ്ട്. അത് രണ്ടും ഞാൻ ഡെഫിനറ്റ്ലി മിസ് ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിനിഷ് മേക്കപ്പ് ലുക്ക് വന്നത്. ഇത്ര നേരമായിട്ട് ഞാൻ മേക്കപ്പ് ഫുൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടും എൻ്റെ ഫേസ് ഇപ്പോഴും ഇച്ചിരി ഒരു എന്താ പറയുക, ഇച്ചിരി ഒരു അങ്ങനെ ഡ്രൈ ആയിട്ടില്ല, ഡ്രൈ ഡൗൺ ആയിട്ടില്ല, മോയ്സ്ചറൈസ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരു ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ഓയിലി സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഓയിൽ വരും, ഇതിന് മുകളിൽ കൂടെ ഓയിൽ എന്തായാലും വരും, നിങ്ങളുടെ മേക്കപ്പ് മൂവ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് മുകളിൽ കൂടെ പൗഡർ വെച്ച് സെറ്റ് ചെയ്താൽ അപ്പോൾ മാറ്റ് ആവും, അപ്പോൾ ഒന്നുകൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാം കേട്ടോ. അതൊരു ബെനിഫിറ്റ് ഉണ്ട്. ബട്ട് ഡ്രൈ സ്കിൻകാർക്കാണ് ഒന്നുകൂടി സൂട്ടായിട്ടിരിക്കുക, കാരണം എപ്പോഴും അത് ടാക്കിയാണ്. അപ്പോൾ നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ എന്തായാലും ഓയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്തായാലും മേക്കപ്പ് ഇളകാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഓൾ ഇൻ ഓൾ നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ലുക്കാണ് തരുന്നത്, നല്ലൊരു ഫിനിഷാണ്. എനിക്ക് ബ്ലഷ് നല്ല ഇഷ്ടമായി, എൻ്റെ ബ്ലഷ് ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണ്. നിങ്ങൾക്ക് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ അതുപോലത്തെ ഒരു എഫക്റ്റ് കിട്ടും. പിന്നെ ഐ ഷാഡോ ആയിട്ട് ഞാൻ അത്യാവശ്യം കുറച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഈ ഒരു എഫക്റ്റും കിട്ടും. നിങ്ങൾക്ക് ഇത് തന്നെ ലിപ്പ് ആൻഡ് ചിക്കിൻ്റെ തന്നെ നിങ്ങൾക്ക് ലിപ്സുമേ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു ലിപ്സ്റ്റിക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ലിപ്പ് ആൻഡ് ചിക്കിൻ്റെ എടുത്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്താൽ അതൊരു നല്ലൊരു സട്ടിൽ ലുക്ക് കിട്ടും. അപ്പോൾ ഡെഫിനറ്റ്ലി വർത്തിട്ടാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു ഫൗണ്ടേഷൻ ഒഴികെ ബാക്കിയെല്ലാം ഇതിൽ കിട്ടുന്നത് നല്ല വർത്തിട്ടാണ്. അപ്പോൾ ഫൗണ്ടേഷൻ നമുക്ക് വേറെ ഫൗണ്ടേഷൻ ആയാലും ഉപയോഗിക്കാം. ബട്ട് ഫൗണ്ടേഷൻ്റെ ടെക്സ്ചർ സൂപ്പറാണ് കേട്ടോ. നിങ്ങൾക്ക് ഓൺ ദ ഗോ പെട്ടെന്ന് മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ ഫൗണ്ടേഷൻ സൂപ്പറാണ്, പെട്ടെന്ന് തന്നെ കവർ ചെയ്യുന്നുണ്ട്, നല്ലോണം കവർ ചെയ്യുന്നുണ്ട്. എൻ്റെ ഫേസ് നല്ല കവർ ചെയ്തിട്ടുണ്ട്. ബട്ട് പ്രൊഡക്റ്റ് കിട്ടുന്നത് കുറവുള്ളൂ. ഫൗണ്ടേഷൻ നല്ല ഫൗണ്ടേഷനാണ് സ്റ്റെപ്സിൻ്റെ, ഡെഫിനറ്റ്ലി ട്രൈ ഇറ്റ് ഔട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എൻ്റെ ഇഷ്ടമായിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ സൈഡിൽ ഒരു ബെൽ ബട്ടൺ വരുന്നുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അതിൽ ഫോളോ ചെയ്യുക. അതിലാണ് ഞാൻ കൂടുതൽ ലൈഫ് അപ്ഡേറ്റ്സ് എവറിത്തിങ് ഞാൻ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യുന്നത് അവിടെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.